ചങ്ങായിമാരെല്ലാവർക്കും സുഖല്ലേ? ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ഉണ്ടല്ലോ, ഒരു ചേച്ചി, ഒരു ഹിന്ദുവായ ചേച്ചി ഉണ്ടല്ലോ, സംഘികളെ, കേരളത്തിലെ സംഘികളെ മൊത്തം കണ്ടം വഴി ഓടിക്കുന്ന ഒരു മനോഹരമായ വീഡിയോ ആണ്. കുറച്ചു നാൾ മുന്നേ നമ്മുടെ വിസർജനം ചാനലിൽ ഒരു സംഘിയുണ്ട്, അയാളുടെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. അയാൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, കേരളത്തിൽ അമ്പലങ്ങളുള്ള സ്ഥലത്തൊക്കെ ഉണ്ടല്ല മുസ്ലിങ്ങൾ സ്ഥലം വാങ്ങി കൂട്ടുകയാണെന്ന്. അതുമാത്രമല്ല, കേരളത്തിലെ നല്ല സ്ഥലങ്ങൾ മൊത്തം മുസ്ലിങ്ങൾ വാരി കൂട്ടുകയാണെന്ന്. അതുമൂലം ഹിന്ദുക്കൾക്ക്, പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് സ്ഥലങ്ങളോ കച്ചവടം ചെയ്യാൻ വേണ്ടി സ്ഥലങ്ങളോ ഒന്നും കിട്ടുന്നില്ലെന്നാണ് അന്ന് ആ ചാണക സംഘി പറഞ്ഞത്. ആ വീഡിയോക്ക് നമ്മൾ അൻസാരി ഉസ്താദ് നല്ലൊരു റീപ്ലൈ കൊടുത്തിരുന്നു. പക്ഷെ ഈ ചേച്ചി ഉണ്ടല്ല, അതിലും നല്ലൊരു റീപ്ലൈ ഉസ്താദ് കൊടുത്തതിനെ കാട്ടി അടിപൊളി റീപ്ലൈ ആണ് ആ സംഘിക്ക് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായും, നിങ്ങൾ സമയം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, തീർച്ചയായും ഈ വീഡിയോ കണ്ടേ പറ്റൂ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല, ആ സമയം ഒരിക്കലും നഷ്ടം വരൂല. ചേച്ചിയുടെ പേരെന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ചേച്ചി ആ കമന്റ് ബോക്സിൽ നോക്കുമ്പോൾ സിംഗു ചേച്ചി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പൊ സിംഗു ചേച്ചി സംഘികളെ കണ്ടം വഴി ഓടിക്കുന്ന ആ മനോഹരമായ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? കാര്യമാണ്. ആദ്യം നിങ്ങൾ ഇതൊന്ന് കാണും. ക്ഷേത്ര നഗരികളില് പത്മനാഭസ്വാമി ക്ഷേത്രം ഒഴിച്ച് മറ്റുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുസ്ലിം സമൂഹം വാങ്ങിക്കൂട്ടുകയാണ്. അതേപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ കേരളത്തിലെ 5000 കോടിക്കും 10,000 കോടിക്ക് ഇടയ്ക്കാണ് വിപണി എക്സ്പോർട്ട് അടക്കം. അതിന്റെ ഭൂരിപക്ഷം ഈ പ്രത്യേക സമുദായം കൈയാളുന്നു. 20,000 കോടിയോളം വരുന്ന പച്ചക്കറി വിപണി പൂർണ്ണമായിട്ടും അവർ കൈയടക്കുന്നു. എന്റെ പൊന്നുള്ള എന്ത് കഷ്ടം ഇത്? ഞങ്ങൾക്ക് നല്ല വീട് മേടിക്കാൻ പറ്റത്തില്ല, നല്ല കച്ചവട സ്ഥാപനം തുടങ്ങാൻ പറ്റത്തില്ല, നല്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, നല്ല മക്കളെ ഉത്പാദിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും പൈസ ചെലവാക്കത്തില്ല, പല ആഹാരവും കഴിക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇത് കണ്ടില്ലേ, ഇതല്ലേ മണി. ഞങ്ങൾ വീട്ടിലെ കൊച്ചുങ്ങൾ മുറ്റം തപ്പിയിടുമ്പോൾ ഇതുകൊണ്ട് ഊരിക്കളയാം. കാരണം ഇതിനിപ്പോ ഉപയോഗമില്ലല്ലോ. നിങ്ങൾ അങ്ങനെ കുറ്റപ്പെടുത്തത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ അങ്ങ് കൂട്ടി വെച്ചേക്കാം. എന്റെ പൊന്നെണ്ണ, ഇത് ഉള്ളവൻ ഇത് വീണ്ടും കളത്തിലിറക്കി കച്ചവടത്തിലിറക്കി പൈസ ഉണ്ടാകും. ഇല്ലാത്തവരാ ഈ മണി നോക്കിയാണ്, ഈ മണി ഉള്ളവൻ ഇതിട്ട് മണി ഉണ്ടാകും. സത്യമല്ല ചക്കരള. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു. ഞാൻ തന്നെ ഇവിടെ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായത്, ഒരൊറ്റ ഹിന്ദുക്കളായ ആൾക്കാർ പണിയെടുക്കാൻ തയ്യാറല്ല. ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സഹോദര. എല്ലാവരും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരിലും പണിയെടുക്കാൻ തയ്യാറല്ല. പണിക്ക് വന്നാൽ പണി മര്യാദക്ക് ചെയ്യത്തില്ല. തിങ്കളാഴ്ച പണിക്ക് വരത്തില്ല. അഥവാ വന്നിട്ടുള്ളവനാണ് ഇവനാണെങ്കിലും തിങ്കളാഴ്ച പണിക്ക് വരത്തില്ല. അതായത് ഞായറാഴ്ച വെള്ളമടിച്ച് ഹാങ് ഓവർ തീരാതെ തിങ്കളാഴ്ച പണിക്ക് വരാൻ പറ്റുന്നത് സത്യമാണല്ലേ. മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയെന്ന് പറയട്ടെ, അവരിനി എന്തിനി അവരെ പറ്റി വേറെ എന്ത് പറഞ്ഞാലും ഞാൻ ഒരു പക്ഷപാതമൊന്നും പറയുമല്ല, പക്ഷം പിടിച്ച് പറയുമല്ല. നമ്മൾ ജനറലി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ അവര് വല്ല ആക്രി വിറ്റാണെങ്കിലും അവര് പൈസ ഉണ്ടാക്കും. കുടുംബം ഒന്നും ഇല്ലാത്തവനെ വല്ല ആക്രിയെങ്കിലും പെറുക്കിയിട്ട് വിറ്റ് കുടുംബം നോക്കും. അവന്റെ മക്കളും ഭാര്യയായിട്ട് പുറത്തു പോകും. അവൻ നല്ലൊരു സുഖമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആക്രി പെറുക്കുന്നവനായിരിക്കും. അവൻ നടക്കുന്ന നല്ല ബെൻസ് കാറിലും നല്ല കാറയിലും ഒക്കെയാണ് അവൻ നടക്കുന്നത്. അടിപൊളിയായിട്ട് ഒരുങ്ങി അവന്റെ ഉമ്മേനെയും ഭാര്യനെയും മക്കളെ ഒരുക്കി നല്ല റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണവും മേടിച്ചു കൊടുത്ത് അവർക്ക് സന്തോഷവും സുഖവും ഒക്കെ കൊടുക്കും. മനസ്സിലായ? അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ വേറെ കുറെ നെഗറ്റീവ് പറഞ്ഞു, അതൊന്നും എനിക്ക് കേൾക്കേണ്ടായില്ല. നെഗറ്റീവില്ല, ഞാൻ പോസിറ്റീവിനെ കാണുന്നുള്ള. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ ഹിന്ദുക്കളായിട്ടുള്ളവർ കൂടുതൽ, നിങ്ങൾ എപ്പോഴും നോക്കി എന്താണ് ഹിന്ദുക്കളുടെ പുരോഗതി ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ്? അവൻ ഈഗോ, ഞാനെന്ന ഭാവം. ഞാൻ ഇന്ന പണിയെ ചെയ്യത്തുള്ളൂ, ഇന്നതാ ഞാൻ പഠിച്ചിരിക്കുന്നത്. ആ പണിയിലെ വിദ്യാഭ്യാസമുള്ള പിള്ളേർ പോലും ജോലിക്ക് പോകത്തില്ല. അവന് ഈഗോ ആയിട്ട് വളർന്നു വരുന്നത്. മനസ്സിലായി? ഈഗോ ഫാമിലി അവന് അത് പകർന്നു കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇന്നത് ചെയ്യാൻ പറ്റും. ഇവർക്ക് അങ്ങനെയല്ല. ഏത് വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും അല്ല, എന്തും അവര് ഒരു ജോലിയുള്ളപ്പോൾ വേറൊരു ജോലി കൂടെ അതിന്റെ ഒപ്പം കൊണ്ടുവന്നു. അവർ എന്തെങ്കിലും ഒരു ബിസിനസ് അവരുടെ കൂടെ എപ്പോഴും കൂട്ടും. അവരങ്ങനെ ഈഗോ ഇല്ലാതെ ജീവിക്കാൻ, അവർക്ക് പൈസ കിട്ടണം, അവർക്ക് നല്ലതായിട്ട് ജീവിക്കണം, ആരുടെ വാതിക്കത്തെ എന്താതെ ജീവിക്കണം. ഈ മനോഭാവം ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് എല്ലാം മേടിച്ചു കൂട്ടാൻ പറ്റുന്നത്. മനസ്സിലാക്കുക? ഇതൊന്നും ഇല്ലാതെ ഈഗോയും പിടിച്ച് അതുപോലെ ഹിന്ദുക്കൾ താമസിക്കുന്ന ഇടയിലോട്ട് നിങ്ങൾ ആ ഒരു സ്ഥലത്തോട്ട് നിങ്ങൾ പോയിക്കോ, ഒരു വഴിലൈറ്റ് പോലും അവിടെ നിന്ന് കാണത്തില്ല, ഒരു മുറുക്കാ കട പോലും കാണും, ഒരു കട പോലും കാണത്തില്ല. കിലോമീറ്റർക്ക് അപ്പുറത്തായിരിക്കും അല്ല മുസ്ലിംസ് എവിടെയുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലായിരിക്കും കടയുള്ളത്. ഇവര് താമസിക്കുന്ന ഒരു വ്യവസായം കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഞാനൊരു ഹിന്ദുവല്ലേ, ഞാനിത് ഇത്ര തുറന്നു പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ശ്രദ്ധിച്ചു. ഇവര് നല്ല ഭക്ഷണം കഴിക്കത്തില്ല, നല്ലൊരു മീൻ മേടിക്കത്തില്ല, ഇറച്ചി കൂട്ടത്തില്ല, പിന്നെ ഒരു വസ്ത്രം മേടിക്കത്തില്ല, ഒരു നടക്കത്തില്ല, ഒരു പെർഫ്യൂം പോലും മേടിക്കത്തില്ല. ഇവരങ്ങനെയല്ല, എല്ലാം മേടിക്കും. നല്ല ഭക്ഷണം കഴിക്കും, നല്ല വസ്ത്രം മേടിക്കും, നല്ല പെർഫ്യൂം അടിക്കും, നന്നായി വേലയെടുത്ത് കാശുണ്ടാക്കും. ഒരു ജോലി ചെയ്യുമ്പോൾ വേറെ ഒരു ജോലി കൂടെ പല ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കും. ഇതിൽ തന്നെ കണ്ടില്ലേ, നമ്മുടെ ആൾക്കാർ തന്നെ ഹിന്ദുക്കളായ ആൾക്കാർ കമന്റ് ഇടുന്ന കണ്ടിട്ടില്ലേ, സിംഗു എന്തിനാ ഒരു ജോലി എന്തെങ്കിലും ഒന്നിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ പോരെ, പല കാര്യങ്ങൾ എന്തിനാ ചെയ്യുന്നതെന്ന്. പല കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? പണം ഉണ്ടാകാനാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. എവിടെയെങ്കിലും ഇരുന്ന് ഗാലറി ഇന്ന് കല്ലെറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പണിയെടുത്ത് കാശുണ്ടാക്കണം. ഇവര് പണിയെടുക്കുന്നുണ്ട്, അവർക്ക് കാശുള്ളവർ. എനിക്ക് അവരുടെ ഒരു മനോഭാവമാണ്, പണിയെടുത്ത് കാശുണ്ടാക്കുക. എന്ത് ജോലിയും ചെയ്ത് അതിന് ഈഗോ ഒന്നുമില്ല. എന്ത് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ കാശുണ്ടാക്കണം. നമ്മളൊരു ലോൺ എടുക്കണമെങ്കിൽ 10 രൂപ ആൾ കടം തരണമെങ്കിൽ നമുക്കൊരു വരുമാനം ഉണ്ടല്ലേ തരത്തുള്ളൂ, അല്ലെ ആരും തരത്തില്ല. ആളുകളെ പറ്റിച്ചു, കൂടുതൽ ആളുകളെ പറ്റിച്ചും വേലയെടുക്കാതെ പണിക്ക് പോകാതെയൊക്കെ ആളുകളെ എന്താണ് പെണ്ണുങ്ങളെ അതുപോലെ കൂടുതലും സ്ത്രീകളെ പണിക്ക് വിട്ടും ഒക്കെ ജീവിക്കുന്ന ഒരു വർഗ്ഗം ഹിന്ദുക്കളാണെന്ന് ഞാൻ പറയും.
നീ കണ്ടാലും കൊള്ളാം കണ്ടില്ലെങ്കിൽ കൊള്ളാം. എനിക്ക് എതിരെ വന്ന് കമന്റ് ഇട്ടാലും എനിക്കൊരു ചുക്കുമില്ല. സത്യമായ കാര്യം തന്നെയാണ്. എന്നിട്ട് വേറെ ഇരുന്നിട്ട് വെറുതെ വൈകിട്ട് പ്രസംഗിക്കുകയാണ്. ഹിന്ദുക്കൾ എല്ലായിടത്തും അല്ല മുസ്ലിങ്ങൾ എല്ലായിടത്തും സ്ഥലം മേടിച്ചു കൂട്ടുന്നു, പെരവെച്ചു കൂട്ടുന്നു. നിങ്ങൾക്ക് മേടിക്കാൻ പോയി ആരെങ്കിലും നിങ്ങളുടെ കൈ കയറി പിടിച്ചാ എല്ലാവരും ആദ്യം പണിക്ക് പറഞ്ഞു വിടും. വീട്ടിലിരിക്കുന്ന എല്ലാത്തിനും ഇവരെല്ലാം പണിക്ക് പോകുന്നവരാ. ഇപ്പൊ എന്റെ സ്ഥാപനത്തിൽ തന്നെ മുസ്ലിംസാ കൂടുതലും. അവർക്ക് ഒരു ഈഗോയും ഇല്ല. നമ്മള് എന്ത് പറയാൻ പ്രശ്നമില്ല. കൃത്യസമയത്ത് ജോലിക്ക് വരും. നമ്മൾ വരുന്ന ഒരു കമ്പനിയും കടയിലൊക്കെ വന്ന് നിൽപ്പാ. മനസ്സിലായി? അവർക്ക് നാണവും ഈഗോ ഒന്നുമില്ല. അവർക്ക് ആരെയും അതൊക്കെ കയ്യിലിട്ടാതെ ജീവിക്കണം. അതിനുള്ള പണി അവർ എടുത്തിരിക്കും. മനസ്സിലായി? അപ്പൊ നമുക്ക് അത് ഇൻട്രസ്റ്റോടെ ഒരു ജോലി ചെയ്യുന്നു, ഉത്തരവാദിത്തത്തോടെ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടും. മനസ്സിലായി? ഇപ്പൊ ഞാൻ പോലെ പല പല കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് പൈസ ഉണ്ടാകാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് കുറ്റപ്പെടുന്നവരുണ്ട്. മനസ്സിലായി? ഒരു പണിയിൽ കോൺസെൻട്രേഷൻ അത് ഈ വർഗത്തിന്റെ ഒരു ചിന്താഗതിയാണത്. ഞാനിങ്ങനെ പറയും, എനിക്ക് പേടിയൊന്നുമില്ല. കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവര് കണ്ടില്ലേ പകല് മുഴുവൻ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പകല് മുഴുവൻ ലിസി ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ പകല് അവര് ആക്രി എടുക്കാനാണ് വരുന്നത്. വൈകുന്നേരം അവര് പൈസ മേടിക്കാനൊക്കെയുള്ള കാര്യത്തിന് വേണ്ടി വരുമ്പോൾ നല്ല കാറിലൊക്കെ അടിപൊളിയായിട്ട് ഫാമിലിയൊക്കെ ചില റെസ്റ്റോറന്റിൽ വെച്ചൊക്കെ ഞങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്. ഈ ആക്രി എടുക്കാൻ വരുന്നവർ അവര് നല്ല ഈ ആക്രി എടുക്കാൻ വരുന്ന വേഷമൊന്നുമല്ല അവരത്. അവര് വേറെ വേഷത്തിൽ അടിപൊളി നല്ല സെറ്റപ്പായിട്ടാണ് വരുന്നത്. അവര് അപ്പം നല്ല മുതലാളിമാരായിട്ടാണ് അവർ കഴിയുന്നത്. മനസ്സിലായി? വേലയെടുത്ത് കാശുണ്ടാക്കിയിട്ട് കുടുംബത്തെ നോക്കുന്നു. അവര് സുഖിക്കുന്നു. അവരുടെ ഭാര്യ മക്കളെ എല്ലാവരും സുഖമായിട്ട് ജീവിക്കുന്നു. അവർ നല്ല വീടുകൾ വെക്കുന്നു, നല്ല കാറുകൾ മേടിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. ഈ സമൂഹത്തിൽ അവരുടെ ഏരിയ മുഴുവൻ എവിടെ ചെന്നാലും 10 രൂപയുടെ ഒരു അനക്കോ ആളും ബഹളവും കാണും. കച്ചവടങ്ങളൊക്കെ കാണും. അവർ താമസിക്കുന്ന ഏരിയ മുഴുവൻ നല്ല അനക്കം കാണും, നല്ല ഭക്ഷണം കാണും, നല്ല വസ്ത്രം കാണും, നല്ല ഹോസ്പിറ്റൽ കാണും, വസ്ത്രസ്ഥാപനം കാണും, ഹോസ്പിറ്റൽ കാണും, എല്ലാം കാണും അവരുള്ളടുത്ത്. ഹിന്ദുക്കൾ മാത്രമുള്ളടുത്താ ഒരു നല്ല വീട് കാണത്തില്ല, ഒരു വേലിയായിരിക്കും, ഒരു മതില് പോലും കാണത്തില്ല. പിന്നത്തെ ഒരു കാര്യം, ഒരു നല്ല കടകൾ കാണത്തില്ല, നല്ല ഒരു ബേക്കറി കാണത്തില്ല, ചായക്കട കാണത്തില്ല, നല്ലൊരു ഹോസ്പിറ്റൽ കാണത്തില്ല, ഇതൊന്നും കാണത്തില്ല. എവിടെയും ഒരു വഴി സന്ധ്യയ്ക്ക് റോഡിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അന്ധകാരം പിടിച്ചിടും, ഒരു വഴി ലൈറ്റ് പോലും കാണത്തില്ല. ആണായാലും നിങ്ങൾ തന്നെ പറഞ്ഞു കമന്റ് ഇട്ടു നന്നായിട്ട്. മതവും ജാതിയും പറയരുത്. മതവും ജാതിയും നമുക്കില്ല. നമ്മളിപ്പോ കണ്ടതാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ കണ്ടെനിക്ക് കുളിര് കോരിയ അനുഭവമുണ്ട്. എല്ലാ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നിച്ചു നിന്ന് എല്ലാവരും ഹിന്ദുവും എല്ലാം ഒന്നിച്ച് എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നവർക്ക് വെള്ളം കൊടുക്കുന്നു, ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. മതമൊന്നും ഒരു ചുക്കുമല്ല. മനുഷ്യനാണ് നന്നാകേണ്ടത്. മതം എന്താ പറയുന്നത്, മതം പറയുന്ന ആൾക്കാരുടെയൊക്കെ തീരാറായി ആ കണ്ടികൾ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് മതമൊന്നുമില്ല. അവർ നല്ല മനുഷ്യരായിട്ട് ജീവിക്കട്ടെ. ഇതുപോലെ കുറെ മൂരാച്ചികൾ അങ്ങേരും മതമോ പറയുന്നു. എല്ലാം മുസ്ലിങ്ങൾ മേടിച്ചു കൂട്ടുന്നത്. അങ്ങനെ പറയാൻ തന്നെ കൊള്ളത്തില്ല. പണിയെടുക്കുന്നവർ മേടിക്കും, പണിയെടുക്കുന്നവരുടെ ജീവിക്കും. വേറെടുത്ത് കാശടക്കലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. മടിച്ചിരുന്ന് കണ്ടവരുടെ കുറ്റം പറഞ്ഞിരിക്കുന്നവർക്ക് പണിക്കും പോകത്തില്ല. ആലസന്മാരുടെ നാടാണ്. ഹിന്ദുക്കൾ കൂടുതൽ ആലസന്മാരാണ്. അല്ലെന്ന് പറയട്ടെ. ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ നന്നായിട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കും. അവര് നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നവരെ എല്ലാ ക്രിസ്ത്യാനികൾ എന്റെ കമ്പനിയിലൊക്കെ ഇപ്പൊ നമ്മുടെ കൂടെ ജോലിക്കൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഉത്തരവാദിത്തം ബോധമുണ്ട്. ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കും. അവർ സൂക്ഷിക്കുകയും ചെയ്യും. അവരെയൊക്കെ കണ്ടില്ലേ നല്ല വീടുകളും എല്ലാ സൗകര്യങ്ങളും അവരുണ്ടാക്കുന്നുണ്ട്. അവരെയൊക്കെ പൈസ അടുത്ത തലമുറയ്ക്ക് കൈമാറിയിട്ട് അവർ പോകുന്നത്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നത് ഇവര് താമസിക്കുന്നതോട്ട് എന്നാൽ ആളും ബഹളവും വെളിച്ചവും ഭക്ഷണവും ഈ പറഞ്ഞൊരു ബഹളം കാണുന്നത് അവര് അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ അങ്ങനെ മതം പറയുന്നത് എനിക്ക് ഇഷ്ടമൊന്നുമില്ല. ജോലി എടുത്ത് അവരെവിടെയെങ്കിലും ഉള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒരു വേർതിരിവില്ല. ആർക്ക് എവിടെ എന്ത് മേടിക്കാം. ക്ഷേത്രത്തിന്റെ അടുത്ത് മേടിക്കാൻ പറ്റത്തില്ലെന്ന് നിയമം വല്ലേ ഉണ്ടോ? എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇപ്പൊ ഒരു മതസൗഹാർദ്ദം പോലെ ജനങ്ങളിലെ വർഗീയതയില്ലാതെ ആ ആറ്റുകാൽ പൊങ്കാല കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ രാത്രി കിടക്കുമ്പോഴും ആ ചിന്തയായിരുന്നു. എനിക്കൊരു ഒരു മനസമാധാനം കിട്ടിയാണ്, ഒരു സന്തോഷം. ഓക്കെ, ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ള ചക്കരകളെ എല്ലാം. പിന്നെ കേരളത്തിൽ പച്ച വർഗീയത പറഞ്ഞ സംഖ്യക്ക് ഇതിലും നല്ലൊരു മറുപടി ആർക്കും കൊടുക്കാൻ പറ്റില്ല. എന്റെ സിങ്കു ചേച്ചി, നിങ്ങൾ പൊളിച്ച്. നിങ്ങൾ സിങ്കു ചേച്ചിയില്ല, നിങ്ങൾ സിംഗമാണ്. സിംഗം. ചേച്ചിയുടെ ചാനലിന്റെ പേര് സിംഗിളി പവൻ എന്നാണ്. നിങ്ങൾ വെറുതെ അല്ല ചേച്ചിയുടെ ചാനലൊന്ന് കയറി നോക്കണം കേട്ടാ. ഇനി ഇതിലും രസം എന്താണെന്നറിയാം, ആ വീഡിയോയുടെ താഴെ വന്ന കമന്റുകളാണ്. എന്തുമാത്രം കമന്റുകൾ അറിയാം. ആ കമന്റുകൾ മൊത്തം ഉണ്ടല്ല സംഘികളെ കളിയാക്കിക്കൊണ്ട്. മുസ്ലിങ്ങൾ ഇട്ട കമന്റ് അല്ലട്ടാ, ഹിന്ദുക്കളും ക്രൈസ്തവരാണ് അതിൽ മൊത്തം കമന്റ് ഇട്ടിട്ടുള്ളത്. മൊത്തം സംഘികളെ കളിയാക്കിക്കൊണ്ട്. ഞാൻ അതിൽ 2-3 കമന്റുകൾ മാത്രം വായിച്ചിട്ടാ. 2-3 ബാക്കി നിങ്ങൾ ആ ചാനലിൽ കയറി നോക്കിയാൽ മതി. അല്ലു ജോവി, ഞാൻ ക്രിസ്ത്യാനിയാണ്. സ്നേഹിക്കാനും സഹായിക്കാനും കരുതാനും ഒരു വിഷമഘട്ടത്തിൽ ഓടി വന്ന് സഹായിക്കാനുള്ള മനസ്സ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കാണ്. 65 വയസ്സിനുള്ളിൽ ഞാൻ മനസ്സിലാക്കിയ പാഠം. അടുത്തത് വിജി വേണു. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും മികച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ്. എന്ത് ജോലിയെടുത്താലും ഒരു ജീവിക്കാൻ സാധ്യതയുള്ള ഒരു മാതാപിതാക്കളെ ഉപേക്ഷിക്കാത്തവരാണ് മുസ്ലിങ്ങൾ. മനസ്സിലായോ? നേരെ മറിച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൊണ്ടുവന്നു അനാഥാലയങ്ങളിലാണ് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത്. ഏറ്റവും നല്ല മുസ്ലിം സഹോദരങ്ങളാണ്. അവർക്ക് ധാരാളം ദൈവാനുഗ്രഹം തമ്പുരാൻ കൊടുക്കട്ടെ. ഒരു ഹിന്ദു ആട്ട അനുഗ്രഹം പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി ഷീബ ജേക്കബ്, വയറു നിറയെ ഭക്ഷണം തരുന്നവരാണ് എന്റെ മുസ്ലിം സഹോദരങ്ങൾ. എന്റെ അനുഭവം. അടുത്തത് ആകാശ് അടപ്പാലട്ടാ. എന്റെ സുഹൃത്തുക്കൾ ഭൂരിഭാഗവും മുസ്ലിംസ് ആണ്. എനിക്ക് ഏറ്റവും വിശ്വാസവും അവരെ തന്നെയാണ്. ഒരാവശ്യം വരുമ്പോൾ സാമ്പത്തികമായും ശാരീരികമായും ആത്മാർത്ഥമായി സഹായിക്കാനുള്ള മനസ്സ് അവർക്ക് ഞാൻ കണ്ടുള്ള ഏറ്റവും വലിയ സവിശേഷതയാണ്.
വീട്ടിൽ ചെന്നാൽ ഒരു നേരത്തെ ആഹാരം തരാതെ അവർ വിടില്ല. അവരെ ജീവനുള്ളിടത്തോളം കാലം ചേർന്ന് നിൽക്കും. ഇങ്ങനെ എത്ര മനോഹരമായ കമ്പനികളാണ് അതിന്റെ അകത്തുള്ളതെന്നറിയാം. മൊത്തം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വന്നിട്ട് സംഖ്യക്കിട്ട് തന്നെ കൊടുക്കുന്നത്. എല്ലാവരും മുസ്ലിങ്ങളെ പറ്റി നല്ലത് മാത്രം എന്റെ അത് പറയുന്നുള്ളൂ. നമ്മളെ കേരളം ഉണ്ടല്ല മാറിയിട്ടൊന്നുമില്ല, അതൊരിക്കലും മാറുകയുമില്ല. സംഖ്യയുടെ വർഗീയതയുണ്ടല്ല നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. കാരണം എനിക്ക് ഈ വീഡിയോ കണ്ടതിനെക്കാട്ടി അത്രമാത്രം ഇഷ്ടപ്പെട്ടത് ഇതിന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോഴാട്ടാ. അത്രമാത്രം സന്തോഷം തരുന്ന കമന്റ് ബോക്സ് ആണ് ഈ വീഡിയോന്റെ തായിലുള്ളത്. സമയമുണ്ടെങ്കിൽ നിങ്ങൾ ചേച്ചിന്റെ ചാനൽ ഒന്ന് കേറിയിട്ട് അതിലെ കമന്റുകളൊക്കെ ഒന്ന് വായിക്കണം കേട്ടാ. അപ്പൊ സംഖ്യകളെ കണ്ടം വഴി ഓടിച്ച എന്റെ സിംഗു ചേച്ചിക്കും അൻസാരി ഉസ്താദിനും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.